ഇതാ പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയ ഗുരുവായൂർ നന്ദൻ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഗജരാജൻ ഗുരുവായൂർ നന്ദനാണ് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷവും ഗുരുവായൂർ നന്ദനായിരുന്നു ഈ നിയോഗം. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ഉയരക്കേമന്മാരിൽ ഒരുവരാണ് നന്ദനൻ. 10 അടി ഉയരം, നല്ല വിരിവുള്ള പെരുമുഖം, ഉയർന്ന മസ്തകം, വീണ്ടെടുത്ത് അകന്ന കൊമ്പുകൾ, നിലമുട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ, വലിയ ചെവികൾ, 18 വെളുത്ത് വെടിപ്പായ നഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഗജരാജ ലക്ഷണങ്ങളും തികഞ്ഞ ഗുരുവായൂർ നന്ദൻ ഇതാ പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട കടന്ന് തെക്കോട്ടിറക്കത്തിനായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. ജനസമൂഹം ആവേശത്തിരയിൽ ഒഴുകുന്നു. ഗുരുവായൂർ നന്ദൻ അവന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി പുറത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. തെക്കോട്ടിറക്കം, വിശ്വപ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിന് ആരംഭമായിരിക്കുന്നു. തെക്കേ ഗോപുരം നടകടന്ന് പാറമേക്കാവ് ഭഗവതിയെ വഹിച്ചുകൊണ്ട് ഇതാ ഗുരുവായൂർ നന്ദൻ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. 15 ആനകളുടെ അകമ്പടിയോടെ പാറമേക്കാവിലമ്മ തെക്കോട്ടിറങ്ങുന്ന മുഹൂർത്തമാണിത്. ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തിക്കഴിഞ്ഞു ഈ മനോഹര കാഴ്ച കാണാൻ. വടക്കുന്നാഥിന്റെ അലങ്കൃതമായ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇതാ ഗുരുവായൂർ നന്ദൻ മന്ദം മന്ദം തെക്കോട്ട് ഇറങ്ങി വരുന്നു. കൂട്ടാനകൾ ഇറങ്ങി വരാൻ പോകുന്നു. ആനകൾ പാറമേക്കാവ് ഭഗവതിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് 15 ആനകൾ ഭഗവതിയുടെ അതിമനോഹരമായ കോലം ഗുരുവായൂർ നന്ദന്റെ ശിരസിലേറ്റി ഗുരുവായൂർ നന്ദൻ മന്ദം മന്ദം ഇറങ്ങി വരുന്നു. ഓരോ ദേവസ്വങ്ങൾക്കും ഓരോ കളർ കുടകളാണ് അവരുടെ ഡിവൈൻ ദർബാറിന് മുൻപും അവസാനവും ഒരേ കളർ കുടകളാണ് അവർ നിരത്തുക. തിരുവമ്പാടി ദേവസ്വം കുട റോസ് കളറായിരിക്കും, പാറമേക്കാവ് ചുവപ്പ് കളറായിരിക്കും, നടുവിൽ പച്ചയായിരിക്കും. കുടമാറ്റം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇതേ നിറത്തിലുള്ള കുടകളാണ് അവർ ഉയർത്തുക. തിരുവമ്പാടി ദേവസ്വം റോസ് കളർ കുട ഉയർത്തി കുടമാറ്റം തുടങ്ങുന്നുവെങ്കിൽ പാറമേക്കാവ് ചുവപ്പ് കളർ കുട ഉയർത്തി കുടമാറ്റം തുടങ്ങും. അവർ കുടമാറ്റം അവസാനിപ്പിക്കുന്നതും ഇതേ കളർ കുടകൾ ഉപയോഗിച്ചായിരിക്കും. ഇതാ പച്ച കളർ കുട ദേവിയുടെ ശിരസിലേക്ക് ഏറ്റാൻ പോകുന്നു. ഗുരുവായൂർ നന്ദന്റെ പുറത്ത് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളി നിൽക്കുന്നു. ആ മനോഹര കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു 15 ആനകൾ ഇതാ കൂടെ ദേവിക്ക് അകമ്പടി സേവിച്ച് നിരക്കുവാൻ ഉള്ള ആരംഭത്തിലാണ്. തെക്കോട്ടിറങ്ങി മുനിസിപ്പൽ റോഡിലുള്ള തമ്പുരാന്റെ പ്രതിമയ്ക്ക് ചുറ്റും വലം വെച്ച് 7 ആനകൾ തിരിച്ചു വരും. 15 ആനകളും തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിരക്കും. ആ സമയത്ത് തിരുവമ്പാടി ഭഗവതി ഇറങ്ങി 15 ആനകളുടെ അകമ്പടിയോടെ തെക്കേ ഗോപുര നടയിൽ നിരക്കും. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വന്നിരുന്നു. പൂര ദിവസം തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുന്നത് എറണാകുളം ശിവകുമാർ ആയിരുന്നു. നെയ്തലക്കാവലമ്മയുടെ തിടമ്പേറ്റിയാണ് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം ഇന്ന് നടത്തിയത്. പാറമേക്കാവ് ഭാഗത്തിലെ ആനകൾ പുറത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 15 ആനകൾ അണിനിരക്കുന്ന തെക്കോട്ടിറക്കം എന്നുള്ള അതിമനോഹരമായ കാഴ്ച. അതോടൊപ്പം ആനച്ചമയങ്ങൾ നമുക്ക് ആനപ്പുറത്തും ആനകൾ അണിയിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആനച്ചമയങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി നടുവിൽ എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്ന ആനയ്ക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്ന കോലമാണ്. ആനച്ചമയങ്ങളിൽ ആദ്യം തെളിയുക നടുനായകത്വം വഹിക്കുന്ന ഗജവീരന്റെ മസ്തകത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്വർണ്ണക്കോലമാണ്. സ്വർണ്ണക്കോലവുമേന്തി പ്രൗഢഗംഭീരമായാണ് ഗുരുവായൂർ നന്ദന്റെ നില. സ്വർണം പൂശിയ ചെമ്പ് തകിടുകളാണ് പ്രധാനമായും കോലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കോലത്തിന് നടുവിൽ ക്ഷേത്രമൂർത്തിയുടെ തൽസ്വരൂപം, ഒരു റിപ്ലിക്ക വിഗ്രഹ സങ്കല്പം ആലേഖനം ചെയ്തിരിക്കുന്നു. അത് പാറമേക്കാവിൽ അമ്മയുടെ വിഗ്രഹ രൂപമാണ്.